+1 രണ്ടാമത്തെ അധ്യായത്തിലെ മാസ് മീഡിയകളിൽ പ്രിൻ്റ് മീഡിയയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള മാഗസിനുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാഗസിനുകൾ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകളും മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കണ്ടൻറ്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രിൻ്റ് മീഡിയയാണ് മാഗസിൻ എന്ന് പറയുന്നത്. വ്യത്യസ്തമായത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചറുകളും കഥകളും കാർട്ടൂണുകളും ഗ്രാഫിക്സുകളും ഫോട്ടോഗ്രാഫ്സും ഉൾപ്പെടെ വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ ഉൾപ്പെട്ട് വരുന്ന ഒരു പ്രിൻ്റ് മീഡിയയാണ് മാഗസിൻ എന്ന് പറയുന്നത്. ഈ മാഗസിൻ എന്ന് പറയുന്ന വേർഡിൻ്റെ ഉത്ഭവം എവിടുന്നാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതൊരു അറബിക് വേർഡിൽ നിന്നാണ്. മഹാസിൻ എന്ന് പറയുന്ന അറബിക് വേർഡിൽ നിന്നാണ് മാഗസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം, അതായത് മഹാസിൻ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം സ്റ്റോർ ഹൗസ്. സ്റ്റോർ ഹൗസ് ആവുന്ന സമയത്ത് ആ സ്റ്റോറിനകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ടൻറ്റുകളെ കീപ്പ് ചെയ്ത ഒന്നായതുകൊണ്ടാണ് മാഗസിൻ അല്ലെങ്കിൽ അറബിയിൽ സ്റ്റോർ ഹൗസ് എന്ന അർത്ഥമുള്ള മഹാസിൻ എന്ന പദം ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം. ഇൻ ജേർണലിസ്റ്റിക് ടേംസ്, മാഗസിൻ ഈസ് എ കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റോറീസ്, പോംസ് ആൻഡ് അതർ ഐറ്റംസ്. കഥകൾ, കവിതകൾ പോലെയുള്ള കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തി വരുന്ന വ്യത്യസ്ത തരം മെറ്റീരിയലുകളുടെ ഒരു കളക്ഷനാണ് മാഗസിൻ എന്നുള്ളതാണ് ജേർണലിസ്റ്റിക് ടേംസിൽ, ഒരു ജേർണലിസ്റ്റിക് വ്യൂവിൽ നമ്മൾ അതിനെ വിവരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ദ സ്പെക്ടേറ്റർ, പബ്ലിഷ്ഡ് ബൈ ജോസഫ് അഡിസൺ ഓഫ് ഇംഗ്ലണ്ട് ഇൻ 1811, കൺസിഡേർഡ് to be the first full-fledged magazine in English. ഇംഗ്ലീഷിലെ ലോകത്തെ തന്നെ ഫസ്റ്റ് ഫുൾ-ഫ്ലഡ്ജ്ഡ് മാഗസിൻ എന്ന് പറയുന്നത് ദ സ്പെക്ടാറ്ററാണ്. ജോസഫ് അഡിസൺ 1711 പബ്ലിഷ് ചെയ്ത ദ സ്പെക്ടാറ്ററാണ് ഫസ്റ്റ് മാഗസിനായിട്ട് ഫുൾ-ഫ്ലഡ്ജ്ഡ്. അതിന് മുമ്പ് മാഗസിനുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന മാഗസിനെ പോലെ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തി വന്നിട്ടുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മാഗസിൻ എന്ന് വിളിക്കാൻ കഴിയുന്നത് ദ സ്പെക്ടാറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാഗസിനെയാണ്. യൂഷ്വലി ദേ കവർ നോൺ ന്യൂസ് ഐറ്റംസ്. മാഗസിനുകൾ സാധാരണ ന്യൂസ് ഐറ്റംസ് അല്ല, നോൺ ന്യൂസ് ഐറ്റംസ് ആണ്. വാർത്തയല്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് സാധാരണഗതിയിൽ ചർച്ച ചെയ്യാറുള്ളത്. Magazine contain a variety of topics like current affairs, business, women, children, finance, gadgets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തരം ഉപകരണങ്ങൾ, ഫോട്ടോഗ്രാഫി, സയൻസ് ആൻഡ് ടെക്നോളജി, എഡ്യൂക്കേഷൻ, കരിയർ, ഹെൽത്ത്, ലക്ഷറി, ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി, ഫാഷൻ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ട്രാവൽ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന വ്യത്യസ്ത തരം മാഗസിൻസ് ഇന്ന് നമുക്ക് നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ മാഗസിനുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗസിൻ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത്, മാഗസിൻസ് ആർ പബ്ലിഷ്ഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽസ്. അതിൻ്റെ അക്കോർഡിംഗ് ടു ദെയർ പീരിയോഡിസിറ്റി, അത് പബ്ലിഷ് ചെയ്യുന്ന ടേമിനനുസരിച്ച്, പീരീഡിനനുസരിച്ച് റെഗുലർ ഇൻ്റർവെൽസിൽ നിശ്ചിത ഇടവേളകൾ ഇട്ടുകൊണ്ട്
പബ്ലിഷ് ചെയ്യുന്നതാണ് മാഗസിൻസ് എന്ന് പറയുന്നത്. മാഗസിൻസ് ആർ കാറ്റഗറൈസ്ഡ് ആസ് വീക്ക്ലി, വാരിക അതായത് ആഴ്ചയിൽ ഒന്നിറങ്ങുന്നത്, ബൈ വീക്ക്ലി ഓർ ഫോർട്ട്നൈറ്റ്ലി, ദ്വൈവാരിക അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഇറങ്ങുന്ന മാഗസിൻ. അതുപോലെ തന്നെ മന്ത്ലി, മാസത്തിലിറങ്ങുന്നത്, ബൈ മന്ത്ലി 2 മാസം കൂടുമ്പോഴിറങ്ങുന്നത്, ക്വാർട്ടർലി വർഷത്തിൽ 4 എണ്ണം ഇറങ്ങുന്നത്, ഹാഫ് ഇയർലി വർഷത്തിൽ 2 എണ്ണം ഇറങ്ങുന്നത്, ഇയർലി വർഷത്തിൽ 1 പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള മാഗസിനുകളെയും നമുക്ക് കാണാം. ഒരു റെഗുലർ പീരിയോഡിസിറ്റി ഉണ്ടായിരിക്കും, നിശ്ചിത ഇടവേളകൾ ഉണ്ടായിരിക്കും. ഈ ഇടവേളകളിലാണ് ഈ മാഗസിനുകൾ പബ്ലിഷ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അൺലൈക്ക് ലൂസ് ഷീറ്റ് ഓഫ് ന്യൂസ് പേപ്പർ, മാഗസിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബൗണ്ട് വോളിയംസ്. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ലൂസ് ഷീറ്റുകളാണ്, പിഞ്ച് ചെയ്ത് വെക്കുകയോ തുന്നിക്കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മാഗസിൻ എന്ന് പറയുന്നത് ബൈൻഡ് ചെയ്ത് വരുന്ന, ഒന്നുമില്ലെങ്കിൽ സ്റ്റാപ്ലർ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വരുന്ന ബൗണ്ട് വോളിയമായിരിക്കും മാഗസിൻ എന്ന് പറയുന്നത്. സ്റ്റാപ്പിൾഡ് ആയിരിക്കും, ഒരു പുസ്തക രൂപത്തിലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ മാഗസിൻസ് ആർ മെയ്ഡ് ഫോർ ലൈറ്റ് റീഡിംഗ് and mainly for entertainment rather than serious reading for the information gathering, as in the case of books and newspaper. ന്യൂസ്പേപ്പറിനെ പോലെയോ പുസ്തകങ്ങളെ പോലെയോ സീരിയസ് റീഡിങ്ങിന് വേണ്ടിയിട്ടല്ല മാഗസിനുകൾ ഉപയോഗിക്കുന്നത്, ലൈറ്റ് റീഡിങ്ങിന്. മിക്കവാറും അതൊരു എൻ്റർടൈൻമെൻറ്റിനായിരിക്കും. ചില ആളുകൾക്ക് വായന ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡീഷണൽ റീഡിങ്ങിന് നമ്മുടെ ലെഷർ ടൈമൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ മാഗസിനുകൾ ഉപയോഗപ്പെടുത്താറുള്ളത്. അപ്പോൾ ഒരു മറ്റുള്ളവയെ പോലെ, മറ്റുള്ള പ്രിൻ്റ് മീഡിയയെ പോലെ സീരിയസ് റീഡിങ്ങിനല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു ഗൗരവമുള്ള ഒരു വായനയ്ക്കല്ല ഉപയോഗപ്പെടുത്തുന്നത്. മറിച്ച് അതൊരു ലൈറ്റ് റീഡിങ്ങിന്, നമ്മുടെ ഒഴിവ് സമയത്ത് വിനോദത്തിന് വേണ്ടിയിട്ട്, ഒരു രസം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാഗസിൻസ് യൂസ് ചെയ്യുന്നത്. നാലാമത്തേത്, മാഗസിൻ കണ്ടെയ്ൻ ഡൈവേഴ്സ് കണ്ടന്റ് റേഞ്ചിങ് ഫ്രം പോംസ് ടു കോമിക്സ് ആൻഡ് കാർട്ടൂൺസ് ടു ഫോട്ടോ ഫീച്ചർ. നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ന്യൂസ് പേപ്പർ ആകുമ്പോൾ കൂടുതലായിട്ടും ന്യൂസ് തന്നെയായിരിക്കും. പുസ്തകങ്ങളാകുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്, ആ ടോപ്പിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കും. എന്നാൽ ഇതങ്ങനെയല്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള പോയം മുതൽ തമാശകൾ വരുന്ന കോമിക്സ്, കാർട്ടൂൺസ് വരെയുള്ള, കാർട്ടൂൺ മുതൽ ഫോട്ടോ ഫീച്ചറുകൾ വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ടൻറ്റുകൾ മാഗസിൻ ഉൾക്കൊള്ളുന്നു. അഞ്ചാമത്തേത്, ദേ ആർ മോസ്റ്റ് ഓഫൺ ടാർഗറ്റ് ഓഡിയൻസ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. ഓരോ മാഗസിനും ജനറൽ പബ്ലിക് അല്ല വരിക, മറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും മാഗസിനുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഒന്നുകിൽ ചിൽഡ്രൻസ് മാഗസിൻ, കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്. ചിലപ്പോൾ പിന്നെ എഡ്യൂക്കേഷണൽ മാഗസിൻസ് ആയിരിക്കാം, അത് വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ വല്ല റിസർച്ചേഴ്സിനെയോ അവരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. വിമൻസ് മാഗസിൻസ്, സ്ത്രീകളെ മാത്രം. ഫാം മാഗസിൻസ്, കർഷകരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്. അല്ലെങ്കിൽ ബിസിനസ് മാഗസിൻസ്, കച്ചവടക്കാരെ താല്പര്യമിട്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും മിക്കവാറും ടാർഗറ്റ് ഓഡിയൻസ് അവിടെ ഉണ്ടായിരിക്കും. ജനറൽ പബ്ലിക്, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് കർഷകരും വായിക്കും, കുട്ടികളും വായിക്കും, പ്രൊഫഷണൽസും വായിക്കും, എല്ലാവരും വായിക്കും. പക്ഷേ അങ്ങനെയല്ല, മാഗസിൻസ് മിക്കവാറും ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയെ, ഇപ്പോൾ വനിത എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രമാണ്. ബാലരമ, മാതൃഭൂമിയൊക്കെ, പിന്നെ ബാലഭൂമിയൊക്കെ പോലെയുള്ളവ അത് കുട്ടികളെ പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ, അത് ഫാഷൻ താല്പര്യമുള്ള ആളുകളെയാണ്. ബിസിനസ് ടുഡേ, അതെല്ലാം ആരെ ഉദ്ദേശിച്ചുകൊണ്ട്, ബിസിനസ് മാത്രം താല്പര്യമുള്ള ആളുകളെ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ ടാർഗറ്റ് ഓഡിയൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും മാഗസിൻസ് പബ്ലിഷ് ചെയ്യുന്നത്. ആറാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, മാഗസിൻസ് ജനറലി ഫോക്കസ് ഓൺ സ്പെഷ്യൽ ഏരിയാസ് ലൈക്ക് കൾച്ചർ, പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, ഹെൽത്ത്, വെൽത്ത്,
വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈഫ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഏരിയയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവ പബ്ലിഷ് ചെയ്യുന്നത്. അതായത് കൾച്ചർ, നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ, അല്ലെങ്കിൽ ഹെൽത്ത്, അല്ലെങ്കിൽ വെൽത്ത്, വിമൻസ്, അല്ലെങ്കിൽ ചിൽഡ്രൻസ്, ഇവരുടെയൊക്കെ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുമാണ് മാഗസിൻസ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും ഒന്നിനകത്തേക്ക് ഉൾപ്പെടുത്തില്ല. ഏഴാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ പ്രിൻറ്റഡ് ഇൻ ഹൈ ക്വാളിറ്റി പേപ്പർ as they are to be used for a longer period. കൂടുതൽ കാലത്തേക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ എന്നുള്ള നിലക്ക് ന്യൂസ് പേപ്പറിനെ അപേക്ഷിച്ച് കൂടുതൽ ക്വാളിറ്റിയുള്ള പേപ്പേഴ്സിലാണ്, ന്യൂസ് പ്രിൻറ്റിലാണ് ഇവ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്വാളിറ്റിയുള്ള പേപ്പറാണ് മാഗസിൻസിന് യൂസ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ 1 day, ഒരൊറ്റ ദിവസത്തേക്ക് മാത്രമായിട്ടാണ് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ദിവസത്തെ ആയുസ് ഉണ്ടായാൽ മതി, ഒരു ദിവസം ഗ്യാരണ്ടി കിട്ടിയാൽ മതി. പക്ഷേ മാഗസിൻസ് അങ്ങനെയല്ല. അതിൻ്റെ പീരിയോഡിസിറ്റി അനുസരിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അത് കൂടുതൽ ക്വാളിറ്റിയുള്ള പേപ്പറുകളിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറുകളിലാണ് മാഗസിൻസ് പബ്ലിഷ് ചെയ്യുന്നത്. എട്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നോർമലി മാഗസിൻസ് ഡു നോട്ട് ഹാവ് ഡിഫറെൻറ്റ് എഡിഷൻസ് ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പറുകൾ എന്ന് പറയുന്നത്, ന്യൂസ് പേപ്പറുകൾക്ക് വ്യത്യസ്ത എഡിഷനുകൾ ഉണ്ടായിരിക്കും. അവിടെയെല്ലാം ഒരേ ദിവസത്തെ ന്യൂസ് പേപ്പർ തന്നെയാണെങ്കിലും വ്യത്യസ്ത കണ്ടൻറ്റുകൾ അവയിൽ കാണാൻ സാധ്യതയുണ്ട്. ഇപ്പം എറണാകുളത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറിലെ വാർത്തകളാവില്ല തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. കോഴിക്കോട് എത്തുമ്പോൾ ഇവിടെ രണ്ടിടത്തും അല്ലാത്ത മറ്റു വാർത്തകളായിരിക്കും കോഴിക്കോട് കാണുന്നത്. ഒരൊറ്റ ദിവസത്തെ പത്രത്തിൽ തന്നെ എഡിഷനുകൾ മാറുന്നതിനനുസരിച്ച് വാർത്തകളും കണ്ടൻറ്റുകളും അതിൻ്റെ ലേഔട്ടും എല്ലാം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ മാഗസിൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം, മിക്ക മാഗസിനുകളും ഒരൊറ്റ എഡിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് പബ്ലിഷ് ചെയ്താൽ അത് എവിടെയാണെങ്കിലും ആ ഒരൊറ്റ എഡിഷൻ ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ചില ഇൻ്റർനാഷണൽ മാഗസിൻസ് ഡിഫറെൻ്റ് എഡിഷൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ന്യൂസ് വീക്ക്, ടൈംസ്, ഫോബ്സ് ആൻഡ് ഫോർച്യൂൺ വിച്ച് പബ്ലിഷ് വേരിയസ് റീജിയണൽ എഡിഷൻസ് ഫോർ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ മാഗസിൻസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മാഗസിൻസ് എല്ലാം ഒരൊറ്റ എഡിഷൻ അല്ലെങ്കിൽ ഒരൊറ്റ പ്രിൻ്റ് വോളിയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എവിടെ പോയി നോക്കിയാലും സെയിം ആയിരിക്കും ഒറ്റ ഇഷ്യൂവിൽ. എന്നാൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് എഡിഷൻ മാറുന്നതിനനുസരിച്ച് അതിലെ വാർത്തയും കണ്ടൻറ്റുകളും മാറാൻ സാധ്യതയുണ്ട്. ഒമ്പതാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ പ്രൊവൈഡ് റൂം ഫോർ ഇൻ ഡെപ്ത് അനാലിസിസ് ആൻഡ് ക്രിറ്റിസിസം ആസ് ദ പബ്ലിഷേഴ്സ് ഗെറ്റ് മോർ ടൈം ഫോർ പ്രിപ്പറേഷൻ. ന്യൂസ് പേപ്പറിനെ അപേക്ഷിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവർ നൽകുന്നുണ്ട്. അതുപോലെ ഓരോ വിഷയത്തെയും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ന്യൂസ് പേപ്പർ 24 മണിക്കൂർ പോലും ഒരു വാർത്തയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പ്രിപ്പയർ ചെയ്യാനോ കിട്ടുന്നില്ല. പക്ഷേ ഈ വീക്ക്ലിയോ മന്ത്ലിയൊക്കെ ആവുന്ന സമയത്ത് അത്രയും സമയം ഓരോ മാഗസിനും നിർമ്മിക്കാൻ, പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഒരു ലോങ് ടൈം കിട്ടുന്നത് കൊണ്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോ വിഷയത്തിൻ്റെയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി തയ്യാറാക്കാൻ സാധിക്കും. വളരെ ഇൻഡെപ്തായിട്ട് അതിനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കും. ആവശ്യമെങ്കിൽ ക്രിറ്റിസിസംസ്, ഇതിൻ്റെ എല്ലാ വസ്തുതകളെയും അറിഞ്ഞ ശേഷമാണ് നമുക്ക് ജെനുവിനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്രിറ്റിസിസംസ് നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. 10ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാഗസിൻസ് ആർ ഈസിയർ ടു പ്രിസർവ് ദാൻ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പേഴ്സിനെ അപേക്ഷിച്ച് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കും. ബുക്ക് ടൈപ്പാണ്, ബൈൻഡഡ് ആണ്, അതുകൊണ്ട് ഈസി ആയിട്ട് പ്രിസർവ് ചെയ്യാനുള്ള ഒരു സൗകര്യവും
നമുക്ക് മാഗസിനുകളിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സംശയങ്ങൾ പതിവ് പോലെ കമൻറ്റുകളായോ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായും മറുപടി നൽകുന്നതാണ്.